അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിന് ശേഷം എന്തുകൊണ്ടാണ് ടോണി സ്റ്റാർക്ക് ഹൾക്ക് ബസ്റ്റർ സ്യൂട്ട് ഉപയോഗിക്കാത്തത്? ടോണി സ്റ്റാർക്ക് ക്രിയേറ്റ് ചെയ്തതിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള വളരെ മാസീവ് ആയിട്ടുള്ള ഒരു അയൺമാൻ സ്യൂട്ട് ആണ് ഹൾക്ക് ബസ്റ്റർ സ്യൂട്ട്. ടോണി സ്റ്റാർക്ക് പ്രധാനമായിട്ടും ഹൾക്ക് ബസ്റ്റർ സ്യൂട്ട് ക്രിയേറ്റ് ചെയ്തത് ഹൾക്ക് എപ്പോഴെങ്കിലും കൈവിട്ട് പോയാൽ ഹൾക്കിനെ തടയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്നാലും ഇത്ര പവർഫുൾ ആയിട്ടുള്ള ഹൾക്ക് ബസ്റ്റർ സ്യൂട്ട് ടോണി സ്റ്റാർക്ക് പിന്നീട് എന്താകാം ഉപയോഗിക്കാത്തത്? അതിന്റെ ഒന്നാമത്തെ കാരണം അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിന്റെ അവസാനത്തോടെ ഹൾക്ക് എർത്തിൽ നിന്ന് മറ്റെവിടേക്കോ പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഹൾക്ക് എർത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ടോണി സ്റ്റാർക്കിന് ഹൾക്ക് ബസ്റ്റർ സ്യൂട്ട് ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. രണ്ടാമത്തെ കാരണം ടോണി സ്റ്റാർക്കിന്റെ ഏറ്റവും പുതിയ നാനോടെക് സ്യൂട്ടുകളായ അയൺമാൻ മാർക്ക് 50, മാർക്ക് 85 എന്നീ സ്യൂട്ടുകളൊക്കെയാണ്. വളരെ ലൈറ്റ് വെയിറ്റ് സ്യൂട്ടുകൾ എന്നതിലുപരി നാനോടെക് സ്യൂട്ടുകൾക്ക് ഒരു പോരാട്ടത്തിനിടയിൽ പല വൈഡ് വെറൈറ്റീസ് ഓഫ് വെപ്പൺസ് വളരെ വേഗത്തിൽ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കും. നാനോടെക് സ്യൂട്ട് നശിക്കപ്പെട്ടാലും ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ റിപ്പയർ ആകും. എന്നാൽ ഹൾക്ക് ബസ്റ്റർ സ്യൂട്ട് അങ്ങനെയല്ല, വളരെ ഹെവി ആയിട്ടുള്ള സ്യൂട്ടാണ്. മാത്രമല്ല ആ സ്യൂട്ടിന് ഒരു ഡാമേജ് പറ്റിയാൽ ആ ഡാമേജ് റിപ്പയർ ആക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സമയം വേണ്ടി വരും. സോ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നാനോടെക് സ്യൂട്ടുകൾ ഉള്ളപ്പോൾ ടോണി സ്റ്റാർക്കിന് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഹൾക്ക് ബസ്റ്റർ സ്യൂട്ട് ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്ന് തന്നെ പറയാം.